കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് നാം പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കാക്കിക്കുള്ളിലെ കർഷകനെയാണ്. കേരള പോലീസിൽ സീനിയർ സിവിൽ ഉദ്യോഗസ്ഥനാണ് ജയചന്ദ്രൻ. കൃഷി ജയചന്ദ്രന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നു. വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി 8 വർഷം മുൻപാണ് വീടിന്റെ ടെറസിൽ കൃഷി തുടങ്ങിയത്. ഇന്ന് മട്ടുപ്പാവ് കൃഷിയിൽ പുതിയ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് ജയചന്ദ്രൻ. ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇതിന് ആവശ്യമായ ജൈവവള കമ്പോസ്റ്റ് ടെറസിൽ തന്നെ നിർമ്മിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആഴ്ചച്ചന്തയിൽ ഇനി ഈ പോലീസുകാരൻ്റെ പച്ചക്കറിയും ഉണ്ടാകും. വിഷരഹിത പച്ചക്കറി ജനങ്ങൾക്ക് തുച്ഛമായ വിലയിൽ ലഭ്യമാകും. കോളിഫ്ലവർ, ക്യാബേജ്, മുളക്, കത്രിക്ക, വഴുതന, ഇഞ്ചി, മഞ്ഞൾ, ചീര, തക്കാളി, മുളക് തുടങ്ങി 25ഓളം പച്ചക്കറികളാണ് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അധികം ഇണങ്ങാത്ത ക്യാരറ്റ്, മുന്തിരി, ആപ്പിൾ എന്നിവയും ജയചന്ദ്രൻ്റെ കൃഷിയിടത്തിനുള്ളിൽ മെരുങ്ങി. 5 തരം തുളസികളും പുതിന, പനിക്കൂർക്ക, ബ്രഹ്മി എന്നീ ഔഷധ സസ്യങ്ങളും ധാരാളമുണ്ട്. എല്ലാ പിന്തുണയും നൽകി ജയചന്ദ്രൻ്റെ കുടുംബവും ഒപ്പമുണ്ട്. മട്ടുപ്പാവ് കൃഷിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അയൽവാസികളും ടെറസിൽ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും ജയചന്ദ്രൻ നൽകാറുണ്ട്. കൂടാതെ ഈ മാതൃകയിൽ ഇദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള 50 പേരാണ് വീട്ടിൽ കൃഷി തുടങ്ങിയത്. അത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമെന്നും ഇദ്ദേഹം പറയുന്നു. ഇത് ഈ മട്ടുപ്പാവ് കൃഷി വീട്ടിൽ ആവശ്യത്തിനുള്ളത് പുറത്തുനിന്ന് വാങ്ങണ്ട എന്നുള്ളതിൽ ആദ്യം ചെറുതായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. 25 കവർ കൃഷിഭവനിൽ നിന്ന് ആദ്യം 25 കവർ 500 രൂപയ്ക്ക് കൊണ്ടുവച്ചിരുന്നതാണ്. അതിൽ നിന്ന് തുടങ്ങിയതാണ്. അതിൽ പിന്നെ ക്രൈസായി ഇപ്പോൾ 150ഓളം കവറും അല്ലാതെ ഇത് സൈഡിലുമായിട്ട് ടെറസിൽ വെച്ചിട്ടുണ്ട്. ഇത് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുനാൾ തൊട്ടുള്ളതാണ്. അന്ന് കൃഷി ജീവിക്കാനുള്ള ജീവിതമാർഗമായിട്ടുള്ളത് കൃഷിയായിരുന്നു. അതിൽ നിന്നാണ് കൃഷി എന്നുള്ള ഒരു ഇത് പോകാതെ നിന്നത്. കൃഷിയെക്കുറിച്ചുള്ള ഒരു അത് മനസ്സിൽ തന്നെ ജോലി കിട്ടിയിട്ടും കൃഷി എന്നുള്ള ഇതുകൊണ്ട് ജീവിതമാർഗമൊന്നും അല്ലാത്ത രീതിക്ക് തന്നെ കൃഷി ഒരു മനസ്സിനുള്ള സന്തോഷം കൂടിയാണ്. പിന്നെ ഇത് കൃഷി കൂടുതലുണ്ടായിരുന്നപ്പോഴും ആൾക്കാർക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കും. പിന്നെ വീട്ടാവശ്യത്തിന് അധികം കൂടുതൽ വരുന്നത് ഞാൻ 1-2 അനാഥാലയങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. DFIക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു ദിവസത്തെ പച്ചക്കറി അവർക്ക് ഞാൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് വരുന്ന പേഷ്യൻസിൻ്റെ അവരുടെ ദുരവസ്ഥ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ അവരുടെ ഒരു 3 പേർക്ക് എനിക്ക് ഈ കൃഷിയിൽ നിന്ന് ഒരു 5000 രൂപ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് വലിയ സന്തോഷമായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ 2018 പ്രളയത്തിന് ശേഷം പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ മോൻ തന്നെയാണ് കൃഷി സ്വന്തമായിട്ട് ചെയ്തു ഒരു 7000 രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 സെൻറ്റ് ടെറസാണിത്. അതിനകത്ത് നിന്ന് തന്നെ ഇത്രയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അധികം വരുന്ന പച്ചക്കറി പരിചയക്കാർക്കും കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിനൊന്നും അദ്ദേഹം പണം മേടിക്കാറില്ല. നിർബന്ധിച്ചാരെങ്കിലും നൽകുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ജയചന്ദ്രൻ്റെ കൃഷിപ്പാടം സ്വയം പര്യാപ്തതയുടേത് മാത്രമല്ല, സഹജീവി സ്നേഹത്തിൻ്റെയും കരുണയുടേതും കൂടിയാണ്. വിളവെടുത്ത വിഭവങ്ങളിൽ ഒരു പങ്ക് അനാഥാലയങ്ങൾക്കും അശരണരായ രോഗികൾക്കും നൽകാൻ ജയചന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. 2018 പ്രളയത്തിൽ കേരളം വലഞ്ഞപ്പോൾ പച്ചക്കറി വിറ്റുകിട്ടിയ 7000ഓളം രൂപ മകൻ അശ്വിൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. കൊച്ചുനാൾ മുതൽ നമ്മൾ കൃഷിയിലൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ദുരിതാശ്വാസ നിധി വെള്ളപ്പൊക്കത്തിലെ സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് കുറച്ച് സംഭാവനയൊക്കെ നമ്മൾ ചെയ്തു. പച്ചക്കറിയൊക്കെ വിറ്റ് പിന്നെ തൈകളൊക്കെ വിറ്റ് അവരുടെ ആൾക്കാർ സ്വന്തമായിട്ടുള്ള ഇഷ്ടമുള്ള പൈസ തന്നിട്ടാണ് നമ്മൾ കൊടുത്തത്. അതിന് നല്ല സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ താല്പര്യമുണ്ട് കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. ഞാനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടെ സഹായിക്കാറുണ്ട്. ചുരുങ്ങിയത് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയെങ്കിലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഈ കൊറോണ കാലം നമ്മെ പഠിപ്പിച്ചു.
തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും പച്ചക്കറി വരുന്നതും കാത്തിരിക്കുന്ന മലയാളി സമൂഹം ജയചന്ദ്രനെ കണ്ടുപഠിക്കട്ടെ. പൊതുജന സംരക്ഷണത്തിനൊപ്പം പൊതുജനത്തിന് കാർഷിക സംസ്കാരത്തിന്റെ പുതിയൊരു മാതൃക കൂടി ഒരുക്കി കൊടുക്കുകയാണ് പോലീസുകാരനായ ഈ കർഷകൻ. ക്യാമറമാൻ ശബരിനാഥിനൊപ്പം അമൃത ടി സുരേഷ്, റൈറ്റ് ന്യൂസ് കേരള.